ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള യുവാക് ജിദ്ദേക്കാണ്. നമുക്ക് ഇതിനുള്ളിലൊന്നും പോയി കണ്ടിട്ട് വരാം. നമ്മൾ മാളിനുള്ളിൽ കയറി ഫാസി സന്തോഷം കൊണ്ട് ഓടുകയാണ്. ഫാസിൻ്റെ സന്തോഷം കൊണ്ട് തുള്ളി ചാടാണ്. പിന്നെ അവിടെ അത്രയ്ക്ക് രസമാണ് കാണാൻ. ഞാനും ജിഫിനും പിന്നെ ഇതൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു കുട്ടി കളിക്കുന്നതിനോട് ഞാൻ തന്നെ നോക്കി നോക്കി. അത്രയ്ക്ക് രസമാണ് അവൻ കളിക്കുന്നതാണ്. അവൻ ഫുട്ബോളിൻ്റെ ടോപ്പിക്കാണ് എടുത്തത് ഗൈസ്. അത്രയ്ക്ക് രസമാണ് അവൻ കളിക്കുന്നതാണ്. പിന്നെ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ കുറേ മരങ്ങളുണ്ട്. അത് ഒറിജിനൽ അല്ല കേട്ടോ ഗൈസ്. ഞാൻ വിചാരിച്ചു ഒറിജിനലാണ്. കാണാൻ ഒറിജിനൽ പോലെ തന്നെ ഉണ്ട്. ജിഫിനും ഫാസിയും എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. നമ്മളങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ ലേഡീസിന് കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട്. ആ ലേഡി അവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു തരും. ഒരു ചെയിൻ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ റമദാനായിട്ട് കാണാൻ ഒരു ഡെക്കറേറ്റ് ചെയ്തൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ജിഫിരി പിന്നെ വെള്ളമായതുകൊണ്ട് ഓന് ഫുള്ള് വെള്ളമാണ്. ഓന് സ്പ്രിങ്ങിൻ്റെ പോലെ കളിക്കുന്നത്. ഫാസിയും അങ്ങനെ തന്നെയാണ്. ഫാസി എന്തൊക്കെയോ അന്തല്ലാണ്ട് ചെയ്യാണ്. പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനെന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ഒന്നും അതൊന്നും ഞാൻ തിരുത്തില്ല. ഇതൊക്കെ റമദാന്റെ ഭാഗമായിട്ട് ഓരോ ഒരുക്കിയതാണ്. ഇവിടെ കാണാൻ അടിപൊളിയാണ് ഗൈസ്. ഷോപ്സിന്റെ ഏരിയയാണ് ഗൈസ്. അടിപൊളിയാണ് കാണാൻ. മുഴുവൻ ഷോപ്സ്, ഈ സ്പ്രേൻ്റെത്, ഡ്രസ്സിൻ്റെത് അതൊക്കെയാണ് ഉള്ളത്. നീല കളറിൽ ഡെക്കറേറ്റ് ചെയ്തത് എന്തൊരു രസമുണ്ടല്ലേ ഗൈസ് കാണാൻ. ഇതൊക്കെ സ്പ്രേ ആണ് കേട്ടോ. എൻ്റെ അമ്മക്ക് ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മണക്കാൻ. പിന്നെ ഇവിടെ കുറേ അറബികളെ കടകളാണ്. മുഴുവൻ സ്പ്രേ. കാഴ്ചകൾ കണ്ടിട്ട് വരട്ടെ ഗൈസ്. കാഴ്ചകൾ കണ്ടിട്ട് തീർന്നിട്ട് ഗൈസ്. അത്രയ്ക്ക് രസത്തിലാണ് ഓല അത് ചെയ്ത് വെച്ചത്. പക്ഷേ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനി ഒരു അന്തില്ല. ഇനിയും കിട്ടണം. ഇവിടെ സ്പ്രേൻ്റെ കടകളും ഇങ്ങോട്ട് ഭയങ്കര രസമാണ്. ഞാനും ജിഫിൽ ഓടി കളിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ കടകളൊക്കെ കാണാൻ അങ്ങനെ പോവാണ്. വാച്ചിൻ്റെത്, മാലകളുടെ, അങ്ങനെ ഓരോ കടകൾ. ഈ കട നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കടയാണ്. നല്ല രസമുണ്ട്. സ്പ്രേൻ്റെ കടയാണ്. അത്രയ്ക്ക് രസത്തിനാണ് ഓരത് ചെയ്തത്. പിന്നെ ഇത് ടോയ്സിന് മാത്രമായിട്ടുള്ളൊരു കടയാണ്. ഇതാരാണ് ക്യാരക്ടർ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇതൊക്കെ ജസ്റ്റ് നോക്കിപ്പോയി. ഇതെന്താ സാധനം എനിക്ക് നല്ലോണം അറിയില്ല. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവിടെ കുട്ടികൾ വരികയാണെങ്കിൽ നല്ലവർക്ക് ഇഷ്ടപ്പെടും. ഇത് സ്റ്റാർബക്സ് ആണ്. കാണുമ്പോൾ സ്റ്റാർബക്സ്, മാക്സ് അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ കടകളുണ്ട്. എന്തായാലും നമ്മൾ വാങ്ങുന്നില്ല, വെറുതെ നോക്കുക. എൻ്റെ അമ്മച്ചി തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ വാങ്ങൂല. ഇനി നമുക്ക് പുറത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടെ റമദാനായിട്ട് കുറേ പരിപാടികളുണ്ട്. നമുക്ക് കാണാം. അറബിയാൾ ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് ഓൽതായിട്ടുള്ള കാര്യത്തിൽ ഓല് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ എന്തൊരു രസം അറിയോ. ഇവിടെ ഒരാൾ ചെണ്ടൊക്കെ മുട്ടേണ്ട ആൾക്കാർ ക്ഷണിക്കുന്നുണ്ട് സാധനം വാങ്ങാൻ. പിന്നെ ഇവിടെ അലങ്കാരം ചെയ്തതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അത്രയ്ക്ക് രസത്തിലാണ് ഓരൊക്കെ ചെയ്തത്. പിന്നെ ഇവിടെ മെയിൻ ഫുഡിൻ്റെ ഏരിയയാണ്. ഇതൊന്നും പേരറിയാത്ത ഫുഡാണ്. ഇതൊന്നും നമുക്ക് ടേസ്റ്റ് എന്താണ്, പക്ഷേ നമുക്ക് അറിയില്ല ഇതിൻ്റെ പേരൊന്നും. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ബത്താദീസാണ് നാട്ടിലത്തെ ലോഡഡ് ഫ്രൈസ്. ഓക്കെ. പിന്നെ ഇതെന്തോ ഒരു കേക്കാണ്, നട്ട്സൊക്കെ ഇട്ടിട്ട്. അത് നല്ല ടേസ്റ്റ്. വേണ്ടി ഇതും ബത്താദീസാണ്. ഇവിടെ ബത്താദീസ് നാട്ടിൽ ലോഡഡ് ഫ്രൈസ്. ഇവിടെ ഇത് പിന്നെ ചോക്ലേറ്റിന് ഉള്ളൊരു സാധനമാണ്. ഞാൻ വെറുതെ അങ്ങനെ ഒരു വീഡിയോ എടുത്ത്. ഇത് പിന്നെ ഊത് അങ്ങനത്തെ ഓരോന്നാണ്. പിന്നെ ഇത് അലുവയാണ്. ഒമാൻ്റെ അലുവയാണ്. ഒമാനത്തെ ആൾക്കാരാണ് ഇത് ഉണ്ടാക്കുന്നത്. അടിപൊളി സാധനമാണ്. നല്ല ടേസ്റ്റി സാധനമാണ്. അത്രയ്ക്ക് രസത്തിലാണ് ഓല അത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറേ വണ്ടികളും അങ്ങനെ ഓരോന്നുണ്ട്. പിന്നെ ഇതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കയറാനൊക്കെ നിന്നിരുന്നു, പക്ഷേ ഓലെ സ്ഥലമില്ലേ, അപ്പോൾ എനിക്ക് തോന്നിട്ടില്ല. പിന്നെ ഇവിടെ ട്രെയിന് പോകുന്നുണ്ട്, അങ്ങനെ പലതുണ്ട്. പിന്നെ ഇവിടെ ഒരു വാട്ടർ ഡാൻസ് നടന്നു മക്കളെ. അത് അടിപൊളിയാണ്. ഇതാ ഈ വാട്ടർ ഡാൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് രസത്തിലാണ് ഓലെ ക്രിയേറ്റ് ചെയ്തത്. അത്രയ്ക്ക് രസമാണ് അത് കാണാൻ. പിന്നെ നമ്മളെ വീഡിയോ ഞാൻ ഇവിടെ നിലച്ച് നിൽക്കുകയാണ്. അടുത്ത വീഡിയോ എടുക്കാനും ബൈ.